ഹായ് ഫ്രണ്ട്സ്, ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ദ്വാരക. നേരത്തെ പറഞ്ഞ പോലെ ലങ്കയിലെ രാവണൻ കോട്ട പോലെ തന്നെ മറ്റൊരു തട്ടിപ്പാണ് ഈ ദ്വാരകയും. കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഇത് ദ്വാരകയാണെന്ന് പറഞ്ഞു നടക്കുന്ന 100 കണക്കിന് വീഡിയോകൾ പല ഭാഷകളിലും ഇന്ത്യയിൽ ലഭ്യമാണ്. മലയാളത്തിലൊക്കെ ഉള്ളത് ഒരു നഗരം കടലിനടിയിലായിപ്പോയി, അത് ശരിയാണ്. അത് ദ്വാരകയാണെന്ന പേരിലാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ നിർമ്മിച്ച ദ്വാരകയാണെന്ന പേരിലാണ് അത് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അത് ഗുജറാത്ത് തീരപ്രദേശത്തെ ഗൾഫ് ഓഫ് കച്ചിനോടടുത്ത് ചരിത്രകാലം മുതലേ നിലനിന്നിരുന്ന പ്രധാന തുറമുഖ പട്ടണമായിരുന്നു കുശസ്ഥലി. ഈ കുശസ്ഥലി ഈ ശംഖോദാർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. കുശസ്ഥലി ശംഖോദാർ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അത് പല പേരുകളിൽ ഇങ്ങനെ അറിയപ്പെട്ടെങ്കിലും ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് ദ്വാരക എന്ന പേരിലാണ്. അപ്പോൾ രാമായണ കഥയും മഹാഭാരത കഥകളും ഒക്കെ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രാവണൻ കോട്ട അല്ലെങ്കിൽ ഈ കുശസ്ഥലിയെ ഈ ദ്വാരകമാക്കി മാറ്റിയതും. അല്ലെങ്കിൽ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം, ആ കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ധാനേശ്വർ എന്നാണ്. ധാനേശ്വർ. അപ്പോൾ ധാനേശ്വറിനെ കുരുക്ഷേത്രമാക്കി മാറ്റിയതും, അളകൻകുളത്തിനെ രാമേശ്വരമാക്കി മാറ്റിയതും, അതുപോലെ ഈ കുശസ്ഥലിയെ ദ്വാരകമാക്കി മാറ്റിയതൊക്കെ ഈ ശ്രീകൃഷ്ണ കഥ, 18ാം യുദ്ധത്തിൻ്റെ കഥ, മഹാഭാരത കഥ, രാമായണം, ഇതൊക്കെ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ബുദ്ധിപൂർവമുള്ള ചില നീക്കങ്ങളാണിത്. അപ്പോൾ അതെല്ലാം കേട്ട് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സ്ഥലത്തെ ദ്വാരക എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലെ ആ ഒരു യുഗത്തെയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാകട്ടെ 8,64,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ കാലയളവെന്ന് വെച്ചാൽ ഹോമോ ഇറക്ടസിൻ്റെ കാലമാണ്. 16 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെയുള്ള കാലഘട്ടം ഹോമോ ഇറക്ടസിൻ്റെ കാലമാണ്. അത് മനുഷ്യനായി പരിണമിച്ചിട്ടില്ലാത്ത, നേരെ നിവർന്നിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഏപ്പ്. ആ കാലഘട്ടത്താണ് കൃഷ്ണൻ ഗുജറാത്തിൽ വലിയ നഗരം നിർമ്മിച്ചെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത്. അപ്പോൾ അതിന് എത്രമാത്രം വാസ്തവമുണ്ട്. ഈ ഹോമോ ഇറക്ടസിൻ്റെ കാലത്ത് കൃഷ്ണൻ ഗുജറാത്തിൽ വലിയ നഗരം ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം ക്ഷത്രിയർ അവരുടെ ഭാരതം വിട്ട് 4 ദേശത്തേക്കും പലായനം ചെയ്തു BC 185. അങ്ങനെ പല ഭാഗത്തും അവർ പോയിട്ടുണ്ട്. അതിന് മുമ്പ് AD 200 കച്ച് ദേശം വസുദേവ സെക്കൻഡ് രുദ്രാമ കച്ച് പിടിച്ചെടുത്തു. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിൽ അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ച് കുടയൊക്കെ സ്ഥാപിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ കഥ, അപ്പോൾ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബെറ്റ് ദ്വാരക എന്ന് പറയുന്നത്. ആ ബെറ്റ് ദ്വാരകയിൽ അന്ന് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ വസുദേവയിൽ നിന്ന് രുദ്രാമ ഇത് പിടിച്ചതിന് ശേഷം അവിടെ ഒരു ചെറിയ ഇത് സ്ഥാപിക്കുന്നത്. അത് ശ്രീകൃഷ്ണൻ്റെ പണ്ടത്തെ കഥയുണ്ടല്ലോ, ഈ കാന റൈസ് എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് കാന റൈസ് എന്ന് പറഞ്ഞ കഥ ഉണ്ടായതിന് ശേഷം ഈ മധുരയുടെ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിലത്തെ രണ്ടാമത്തെ കഥാപാത്രം, ഒരു അച്ഛനും അമ്മയ്ക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കളിലെ രണ്ടാമത്തെ മകനാണ് കൃഷ്ണൻ എന്ന രീതിയിൽ പിന്നീട് പറഞ്ഞു വരുത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ കുറേ ആൾക്കാർ ആരാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷം ഈ കടലിലേക്ക് ഇറങ്ങിക്കുന്ന ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അന്നൊന്നും ഇത് വന്നിട്ടില്ല. ഈ ഛാത്രി ഉണ്ടാക്കിയത് ഇത് കച്ചിലാണ്. അതിനുശേഷം 574 AD കോപ്പർ ഇൻസ്ക്രിപ്ഷൻ കാണിക്കുന്ന മൈത്രേയ ഡൈനാസ്റ്റിയുടെ കോപ്പർ ഇൻസ്ക്രിപ്ഷൻ കാണിക്കുന്നത് സിംഹാദിത്യ ഇത് ബെറ്റ് ദ്വാരക ഒരു ട്രൈബൽ പിൽഗ്രിമേജ് സെൻ്ററാക്കി യാദവരുടെ തീർത്ഥയാത്ര കേന്ദ്രമാക്കി മാറ്റിയിരുന്നു പറഞ്ഞു 574. അന്നത്തെ യാദവർ എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരാണ്. ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായിരുന്നു അന്നത്തെ ഈ ദ്വാരക. അതെങ്ങനെ വന്നു? അപ്പോൾ 9ാം നൂറ്റാണ്ടിൽ ആദിശങ്കരനോട് അനുയായികളുമായി എത്തുകയും ആ ദ്വാരക പ്രദേശമെല്ലാം പിടിച്ചെടുക്കുകയും അദ്ദേഹം അത് ബ്രാഹ്മണിക്കൽ മഠവും ജഗത് മന്ദിരവും ഒക്കെ ആക്കി മാറ്റി 4 ധാം, ബദ്രീനാഥ്, പുരി, രാമേശ്വരം, അതുപോലെ ദ്വാരക, അങ്ങനെ അത് 4 ധാം, 4 മഠത്തിൽ ഒരു മഠമാക്കി ദ്വാരകയെ മാറ്റി. അപ്പം ബുദ്ധന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ദ്വാരകയെ അത് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും ഇന്നിപ്പോൾ നമ്മൾ ദ്വാരക എന്ന് പറഞ്ഞാൽ അന്ന് ദ്വാരക ഒന്നും അല്ലായിരുന്നു അതിൻ്റെ പേര്. 855 ലോക്കൽ വാർ ഉണ്ടായി അവിടെ. അത് ഈ പ്രദേശം തകർന്നു പോയി. അതിനുശേഷം 885 ശങ്കരപീഠം ജഗദ്ഗുരു നരസിംഹ ശർമ്മ പിന്നെ വീണ്ടും ആ പ്രദേശം ഇത് റിപ്പയറൊക്കെ ചെയ്ത് അത് മോഡിഫൈ ചെയ്ത് അത് ബ്രാഹ്മണിക്കൽ മഠമാക്കി പിന്നെ മാറ്റുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് സംഭവിച്ചു. അപ്പം അതിനുശേഷമാണ് ഇത് ഈ എക്സ്കവേഷൻ നടത്തുന്നത്. മതപരമായിട്ടുള്ള ഈ മുറവിലേക്ക് വരുമ്പോഴത്തേക്കും പല തരത്തിലും എക്സ്കവേഷൻ നടത്തി, അയോധ്യ നടത്തി, കുരുക്ഷേത്ര ഭൂമിയിലൊക്കെ നടത്തി, അങ്ങനെ സ്ഥലത്ത് ഉദ്ഘാടനമൊക്കെ നടത്തി, ദ്വാരകയിലും നടത്തി.
കുരുക്ഷേത്രത്തെ ഭൂമിയിലൊന്നും കിട്ടിയില്ല. വലിയ വലിയ തേരിന് ചക്രം കാണും, ആയുധങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്നും നടത്തില്ല. അത് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അവിടെയൊക്കെ എക്സ്കവേഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അതുപോലെ അയോധ്യ നടത്തിയിട്ട് അവിടെ കിട്ടിയെല്ലാം ഇത് ബുദ്ധക്ഷേത്രവുമായിട്ടും ബുദ്ധൻ്റെ വിഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ കിട്ടിയത് അത് പക്ഷേ അതൊന്നും പുറത്ത് പറഞ്ഞില്ല. പിന്നെ അപ്പോൾ 1981 മുതൽ 1994 വരെ മറൈൻ ആർക്കിയോളജിക്കൽ സെൻറ്റർ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി ഗോവ അവിടെ പല തവണ ഉത്ഖനനം നടത്തുന്നുണ്ടായി ഇവിടെ ഈ ദ്വാരക പ്രദേശത്ത്. അവർക്ക് കിട്ടിയ ആർട്ടിഫാക്ട്സ് ഇതാണ്. എർത്ത് ആൻഡ് പോട്ട്സ് ബിലോങ്സ് ടു ദ ഹാരപ്പൻ ഏജ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏജിൽ വന്ന ഹാരപ്പൻ ഏജിൽ ആ സമയത്തുള്ള എർത്ത് ആൻഡ് പോട്ടുകൾ കിട്ടി. പ്രൊട്ടക്ഷൻ വാൾ അവിടെ നിന്ന് ഇവിടം വരെ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഗുജറാത്തിൻ്റെ കച്ച് വരെ നീണ്ടു കിടക്കുന്ന വാൾ അത് കിട്ടിയത് അവശിഷ്ടം കിട്ടി 550 മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും 1500 BC കാലത്തുള്ളതാണ്. 550 മീറ്ററുള്ള വാൾ, ഭിത്തി, അതുപോലെ തന്നെ പോട്ടറീസ്, ഹാരപ്പൻ പോട്ടറീസ്, സീല്, ഇൻസ്ക്രിപ്ഷൻസ്, പിന്നെ ഈ റോമൻ ആങ്കർ, പിന്നെ അറബ് ആങ്കർ, അതുപോലെ തന്നെ റിംഗ് സ്റ്റോൺ ആങ്കർ, ഇങ്ങനെ പല രാജ്യത്തെ കപ്പലിൽ ഉണ്ടാകുന്ന കപ്പലിലെ ആങ്കർ, കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ആങ്കർ, പല ദേശത്തിൻ്റെ ആകൃതിക്കൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് റോമൻ ആങ്കർ, അറബ് ആങ്കർ, റിംഗ് സ്റ്റോൺ ആങ്കർ എന്നൊക്കെ പറയുന്നത് അത് കിട്ടി. പിന്നെ മൗര്യൻ പീരീഡിലെ റൂയിൻഡ് ഷിപ്പ്, മൗര്യൻ കാലത്ത് അവരെ ഷിപ്പിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടി. അതുപോലെ മറ്റു പല സ്ഥലത്ത് അതുപോലെ ഷിപ്പ് വെർക്കേജൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പം അതൊരു പോർട്ട് സിറ്റി ആയിരുന്നു. ഈ ദ്വാരക നിന്ന് വിളിക്കുന്ന സ്ഥലം വന്ന് അതൊരു പോർട്ട് സിറ്റി ആയിരുന്നു. മൗര്യ രാജ്യത്തിൻ്റെ ഒക്കെ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന പോർട്ട് സിറ്റി ആയിരുന്നു. അങ്ങനെ പല ഡൈനാസ്റ്റികൾ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിച്ചിരുന്ന വലിയൊരു പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി ആയിരുന്നു ഗുജറാത്ത് കച്ച് പ്രദേശത്തുള്ള ഇന്ന് ദ്വാരക എന്ന് വിളിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബുദ്ധകഥയിലെ ഒരു കഥാപാത്രമായിരുന്നല്ലോ കൃഷ്ണൻ. അതൊരു മിത്തായിട്ട് തീർന്നായിരുന്നു ആ കഥ എഴുതിയപ്പോഴത്തേക്ക്. ആ കഥയുടെ പേര് തന്നെ ബ്ലാക്ക് കാനർ റൈസ് എന്നാണ്. അതിനുശേഷം അന്നത്തെ ബൗദ്ധ ഇന്ത്യയിലെ കൃഷ്ണ വ്യാപകമായ ആരാധന പുരുഷനായിരുന്നു. പല സ്ഥലത്തും ബുദ്ധനെ ആരാധിക്കുന്ന ഒരു കൾട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ കൃഷ്ണനെ തന്നെ ക്ഷത്രിയ ഭാരതത്തിലെടുത്തു. അപ്പോഴത്തേക്കും ആദ്യത്തെ കഥയിൽ തന്നെ കൃഷ്ണൻ എന്ന് പേരില്ലായിരുന്നു. ക്ഷത്രിയ ഭാരതത്തിൽ അതിനെ എടുത്തപ്പോഴാണ് അതിന് കൃഷ്ണ എന്ന് പേരുന്നത്. കൃഷ്ണ അന്ന് കൃഷ്ണനാക്കി. ആ കൃഷ്ണൻ്റെ അർത്ഥം തന്നെ നോട്ട് ഈക്വൽ ടു, അതായത് തുല്യം വയ്ക്കാൻ, അതുല്യനായ എന്ന അർത്ഥമാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ആ കൃഷ്ണയിൽ നിന്നാണ് പറയുന്നത് കൃഷ്ണൻ ഉണ്ടായത്. അതുല്യനായ ഒരു വ്യക്തി എന്ന പേരിലാണ് ആ പേര് തന്നെ വന്നത്. പക്ഷേ 1241 സൗരാഷ്ട്ര സുൽത്താൻ മുഹമ്മദ് ഷാ ആ പ്രദേശത്ത് ആക്രമണം നടത്തി അവിടെയുള്ള ഈ ധാമം എല്ലാം നശിപ്പിക്കുകയും ഒത്തിരി കേടുപാടുകൾക്ക് വരുത്തുകയും ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ആക്രമണം ഉണ്ടായ സുൽത്താൻ 1473 അത് ഗുജറാത്ത് സുൽത്താൻ മുഹമ്മദ് ബഗയുടെ അവിടെ ആക്രമണം നടത്തി അവിടെ എല്ലാം പിടിച്ചെടുക്കുകയും അവിടെ ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1551 തർക്ക് അസീസ് നടത്തിയ വലിയ ആക്രമണത്തിൽ ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ വിഗ്രഹം ബെറ്റ് ദ്വാരക എന്ന് വെച്ചാൽ ബെറ്റ് എന്ന് വെച്ചാൽ കുഞ്ഞെന്നാണ് അർത്ഥം, കുഞ്ഞ്. അപ്പം ദ്വാരകയുടെ ഒരു കുഞ്ഞായിട്ടുള്ള വേറെ ഒരു സ്ഥലത്ത്, അതായത് 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുള്ള ചെറിയൊരു ദ്വീപ് പോലെയുള്ള സ്ഥലത്തേക്ക് അതിനെ മാറ്റി. കാരണം ഈ ആക്രമണ ഭയങ്ങൾ അങ്ങോട്ടാരും പോകാറില്ലായിരുന്നു. അത് 4 വശവും വെള്ളത്താൽ എല്ലാം, അതിവിടെ 3 വശം വെള്ളത്താലാണ്, അതൊരു 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയൊരു പ്രദേശം. അതിനെയാണ് ദ്വാരകയുടെ കുഞ്ഞെന്നുള്ള രീതിയിൽ ബെറ്റ് ദ്വാരക എന്ന് വിളിച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഇവിടുന്ന് ഈ ടർക്കസീസിൻ്റെ ആക്രമണം വന്നപ്പോഴത്തേക്ക് 1551 അവിടെ ഉണ്ടായിരുന്ന ഈ നേരത്തെ സ്ഥാപിച്ച ഈ കൃഷ്ണ വിഗ്രഹം, അതായത് ഈ AD 800 വസുദേവനെ പിടിച്ചെടുത്ത് രുദ്രാമയുടെ ആൾക്കാർ അന്ന് സ്ഥാപിച്ച ആ കൃഷ്ണ വിഗ്രഹം അവർ എടുത്തുകൊണ്ട് പോയി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു, ബെറ്റ് ദ്വാരക കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ 1857 മറാഠ ഗേക്വാഡ് ഭരണത്തിനെതിരെ നടന്ന ആഭ്യന്തര കലാപത്തിലും ദ്വാരക ധാരാളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നുകൊണ്ട് ഈ കടലിലേക്ക് തള്ളിയുന്ന 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള ഈ ചെറിയ ബെറ്റ് ദ്വാരകയിൽ അത് യാദവരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അത് കഴിഞ്ഞ് ബെറ്റ് ദ്വാരകയിലേക്ക് 1551 മാത്രമാണ് കൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നത്. 1551 മാത്രമാണ് കൃഷ്ണൻ. അപ്പോൾ ഈ യാദവരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഈ ബെറ്റ് ദ്വാരകയിലേക്ക് ഈ തർക്കസീസിൻ്റെ ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും 16-ാം നൂറ്റാണ്ടിൽ 1551 മാത്രമാണ് കൃഷ്ണ വിഗ്രഹം കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അത് അപ്പം ഈ യാദവരുടെ തീർത്ഥാടന കേന്ദ്രം ആയപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി അവിടെ ജനങ്ങളൊക്കെ താമസിച്ചിരുന്നു. അവർ ഈ കൃഷ്ണവിഗ്രഹം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തീർത്ഥാടകർ കൂടുന്നു, കടകൾ വരുന്നു, കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് വരുന്നു, സത്രങ്ങൾ വരുന്നു, വീടുകൾ വരുന്നു. അങ്ങനെ
ഇതെല്ലാം പിന്നെ പുതിയ പുതിയ അമ്പലങ്ങൾ പോലെയുള്ള വരുന്നു, കൽക്കെട്ടുകൾ വരുന്നു, ഗോപുരങ്ങൾ, നടപ്പാടുകൾ, പ്രതിമകൾ, നാൽക്കരകൾ, ഗോശാലകൾ, മൈതാനങ്ങൾ, അതിനെല്ലാം കൊണ്ട് അത് ക്ഷേത്രമായി നഗരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ബെറ്റുദ്വാരക ഡെവലപ്പായത്. അതുവരെ അത് ആരും അങ്ങനെ പോകാതെ ഒരു ചെറിയൊരു കടലിൽ ഈ വേലിയിറക്കമുള്ള സമയത്ത്, വേലി ഇറക്കമുള്ള സമയത്ത് മാത്രം ആരാധനയ്ക്കായി അങ്ങോട്ട് ഈ ബുദ്ധജനങ്ങൾ പോവുകയും വേലിയേറ്റത്തിന് തൊട്ട് മുമ്പ് അവരെല്ലാം തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ സ്ഥലമായിരുന്നു അത്. പക്ഷേ അതിനുശേഷം അതൊരു ടൗൺഷിപ്പായി നമുക്ക് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ കടലിലേക്ക് ഇനി ഇറങ്ങിക്കിടന്ന സ്ഥലമായതുകൊണ്ടും പുതിയ ടൗൺഷിപ്പിൻ്റെ ഭാരം കൊണ്ടുമൊക്കെ ഈ തീരദേശം മണ്ണൊലിപ്പ് കൊണ്ടൊക്കെ പതുക്കെ കടലിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെ 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ അത് കുറഞ്ഞു വന്നു. അങ്ങനെ പതുക്കെ അത് കടലിനടിയിലായി. അപ്പം 19-ാം നൂറ്റാണ്ടിലെ മാപ്പിലും ഈ ബെറ്റുദ്വാരക കടലിന് മേലെയായിരുന്നു ഉണ്ടായിരുന്നത്. 19-ാം നൂറ്റാണ്ടിലും ഈ ബെറ്റുദ്വാരക കടലിന് മേലെ തന്നെ ഉണ്ടായിരുന്നു. 130 വർഷം കൊണ്ടാണ് അത് താഴ്ന്നു പോയത്. അപ്പോൾ ഇന്ന് ബെറ്റുദ്വാരക 3 മുതൽ 7 മീറ്റർ വരെ വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്താണ്, അതിൻ്റെയൊക്കെ വീഡിയോ എടുത്താണ് കാണിച്ചിട്ട് അത് കൃഷ്ണൻ ഉണ്ടാക്കിയ ദ്വാരകയാണ്, കൃഷ്ണനഗരിയാണ് ദ്വാരക എന്ന് പറയുന്നത്. അപ്പം ഈ ജിയോളജിസ്റ്റ് സ്റ്റഡി പറയുന്ന ഡ്യൂ ടു ലാക്ക് ഓഫ് സെഡിമെൻ്റ് ഡിസ്ചാർജ് ഇൻ ടു ഗൾഫ് ഓഫ് കച്ച് ദ സിവിയർ ഇറോഷൻ ടുക്ക് പ്ലേസ്, വലിയ മണ്ണൊലിപ്പ് അപ്പോൾ ഈ ഉണ്ടായതുകൊണ്ടാണ് അവിടെ സെഡിമെൻ്റ് ഒന്നും ഡെപ്പോസിറ്റ് ആകാത്തതുകൊണ്ടാണ്, മണ്ണൊലിപ്പ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഇതെങ്ങനെ ഈ കടലിൽ ആ പ്രദേശം മുഴുവൻ കടലിനടിയിലായത്. അത് പതുക്കെ 130 വർഷത്തിനകത്താണ് ആയത്, ഒറ്റയടിക്കൊന്നും ആയതല്ല. എന്തായാലും അത് യുഗങ്ങളിലൊന്നും ദൈർഘ്യമൊന്നുമില്ല. വെറും 130, അല്ലെങ്കിൽ ദ്വാപരയുഗമൊന്നും അല്ലെങ്കിൽ യുഗത്തിൻ്റെ ഒന്നുമില്ല, വെറും 130 വർഷത്തിനകത്താണ് ഈ ബെറ്റുദ്വാരക എന്ന് പറഞ്ഞ ആ പ്രദേശം കടലിനടിയിലായി പോയത്. അത് ശംഖുകളും കൊഞ്ചും ധാരാളം കൂട്ടമായി വളരുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ശംഖോദാർ എന്ന് ആ സ്ഥലത്തിന് വിളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പേര് ദ്വാരക എന്നൊന്നും ആയിരുന്നില്ല. ശംഖുകൾ ധാരാളം അവിടെ വളരുമായിരുന്നു. ഇഷ്ടംപോലെ ശംഖിൻ്റെ കൂട്ടമായി വളരുന്ന ഏരിയയാണ്. എന്തുകൊണ്ടോ പ്രകൃതിയുടെ എന്തെങ്കിലും കാലാവസ്ഥയുടെ ഇതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശംഖ് ധാരാളമായി വളരുന്ന സ്ഥലമായിരുന്നുകൊണ്ട് അതിന് പണ്ട് തന്നെ അതിനെ ശംഖോദാർ എന്ന് ആയിരുന്നു ആ സ്ഥലത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ കൃഷ്ണനഗരിയൊക്കെ ആണെന്ന് പറഞ്ഞതും ഒക്കെ. അതിന് ശേഷം പിന്നെ ഈ കൃഷ്ണവിഗ്രഹം കൊണ്ട് കൊണ്ടുവരികയും അത് മണ്ണിനടിയിലേക്ക് ആവുകയും എന്നാൽ ഇതുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നായപ്പോഴാണ് അതിന് പിന്നെ ദ്വാരക എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്ത് അതിനെ ഈ മഹാഭാരത കഥയായിട്ടും കൃഷ്ണകഥയായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ദ്വാരകയാക്കി മാറ്റിയത്. അല്ലെങ്കിൽ അത് ശംഖോദാർ തന്നെയായിരുന്നു അപ്പോൾ ആക്കി മാറ്റുക. അപ്പം മഹാഭാരതത്തിൽ ദ്വാരകയെ വിവരിക്കുന്നത് തന്നെ അന്തർദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ല അതിനകത്ത് ദ്വാരക എന്ന് പറയുന്നുമില്ല. അപ്പോൾ ഈ ദ്വാരക എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. അത് ശംഖോദാറാണ്. കുശസ്ഥലി എന്നൊക്കെയായിരുന്നു ആ സ്ഥലത്തിൻ്റെ അതിന് മുമ്പുള്ള പേര്. അത് ഈ മഹാഭാരത കഥയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുന്ന തട്ടിപ്പാണ്. അത് ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയ നഗരമൊന്നുമല്ല. അത് പല ഡൈനാസ്റ്റികൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഈ 19-ാം നൂറ്റാണ്ടിലും അത് വെള്ളത്തിന് മേലെയായിരുന്നു. 130 വർഷത്തിനകത്താണ് അത് കടലിനടിയിലായിപ്പോയത്. ആ പ്രദേശം ഇപ്പോഴും അങ്ങനെയുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ലഭ്യമാണ്. പക്ഷേ അത് കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധവുമില്ലത്. അതൊരു പോർട്ട് സിറ്റി ആയിരുന്നു, ഒരു തുറമുഖ നഗരമായിരുന്നു. അത് മണ്ണൊലിപ്പ് കൊണ്ട് കടലിനടിയിൽ ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.